ഹായ് ഡിയേഴ്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതെൻ്റെ കയ്യിലുള്ളൊരു പഴയ ഷോളാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു ഷോൾ വെച്ചിട്ടൊരു ഉടുപ്പ് തയ്ച്ചു നോക്കാം. ഇനി ഷോൾ വന്നിട്ട് 2.5 മീറ്ററിലും കുറവാണ് മെറ്റീരിയൽ ഉള്ളത്. പിന്നെ ബോർഡറായിട്ട് ഈ 2 ഡിസൈനും ഉണ്ട്. ഇതൊരു ത്രെഡ് വർക്ക് പോലത്തെ ഡിസൈനും 2 അറ്റത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് സെൻറ്ററിൽ വരുന്ന വിധത്തിൽ നമുക്ക് ഉടുപ്പ് സ്റ്റിച്ച് ചെയ്യാം. പിന്നെ ഇതൊരു പഴയ ഷോൾ ആയതുകൊണ്ട് ഞാൻ പുതിയ ലൈനിങ് ഒന്നും എടുത്തിട്ടില്ല. ഞാനിവിടെ മുണ്ടാണ് യൂസ് ചെയ്യുന്നത്. ലൈനിങ്ങിനായിട്ടൊരു പഴയ മുണ്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കട്ടിങ് നോക്കാം. അപ്പോൾ ദുപ്പട്ടയുടെ ലെങ്ത്ത് വന്നിട്ട് അളന്ന് നോക്കുമ്പോൾ 46 ഇഞ്ചാണ് ദുപ്പട്ടയുടെ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ ഞാൻ ലൈനിങ്ങിൻ്റെ തുണി ഇതുപോലെ കട്ട് ചെയ്തിട്ട് 2ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ബാക്ക് പീസിനുള്ള മെറ്റീരിയൽ ഇതേപോലെ മടക്കിയിടുക. എന്നിട്ട് ആദ്യം തന്നെ ഒന്ന് ലെവൽ ചെയ്ത് വരച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ ഷോൾഡർ ഇവിടെ 14 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ 14 ഇഞ്ചിൻ്റെ പകുതി 7 ഇഞ്ച് നമുക്ക് ഷോൾഡറായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. മേലയിൽ മാർക്ക് ചെയ്യാം, അതേപോലെ തൊട്ട് അടിയിലും 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി മേലയിൽ നിന്ന് താഴേക്ക് ആം ഹോള് 7 ഇഞ്ചാണ്. 7 ഇഞ്ചിൻ്റെ ഒപ്പം 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പും കൂടി ചേർത്ത് 7.5 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അടുത്തത് നമുക്കിനി ചെസ്റ്റാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ ചെസ്റ്റ് റൗണ്ട് വരുന്നത് 34 ഇഞ്ചാണ്. അപ്പോൾ 34 ഇഞ്ചിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8.5 ഇഞ്ച് കിട്ടും. അപ്പോൾ 8.5 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 1/2 ഇഞ്ച് ഞാൻ ലൂസിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1.5 ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പ് സീം അലവൻസിനായിട്ട് 1.5 ഇഞ്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് കൈക്കുഴി വരച്ചു കൊടുക്കാം. അപ്പം മേലയിൽ 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആം ഹോൾ വരച്ചതിൻ്റെ ഹാഫ് ഇതേപോലെ ടേപ്പ് മടക്കിയിട്ട് ഹാഫ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ 2 പോയിന്റുകൾ തമ്മിൽ യോജിപ്പിച്ച് നമുക്കൊന്ന് കർവ് ചെയ്ത് കൈക്കുഴി വരച്ചെടുക്കാം. അടുത്തായിട്ട് നമുക്ക് വേസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ ഞാൻ മേലയിൽ നിന്ന് 14 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 14 ഇഞ്ചിലൊക്കെ ആയിരിക്കും നമ്മുടെ വേസ്റ്റ് വരുന്നത്. അപ്പോൾ അവിടെ ഇനി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ വേസ്റ്റ് റൗണ്ട് വരുന്നത് 29 ഇഞ്ചാണ്. അതിൻ്റെ 4/1 ഭാഗം 7.25 വരും. അപ്പോൾ 7.25 മാർക്ക് ചെയ്ത് കൊടുത്ത് 1/2 ഇഞ്ച് ലൂസിന് കൊടുത്ത് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്ത് നമുക്ക് ചെസ്റ്റും വേസ്റ്റും തമ്മിൽ ഇതേപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഞാനിവിടെ എ ലൈൻ ഡ്രസ്സാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേസ്റ്റിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഇനി എത്ര നമുക്ക് കിട്ടുന്ന മാക്സിമം ഫ്ലെയറിൽ നമുക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് വരുന്നത് 39 ഇഞ്ചാണ്. 39 ഇഞ്ച് മാക്സിമം കിട്ടുള്ളൂ. അപ്പോൾ അത് ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അടിവട്ടം എത്ര കിട്ടുന്നോ ആ മാക്സിമം ഫ്ലെയറിൽ എടുക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേസ്റ്റിൻ്റെ അവിടെ നിന്ന് ഇതേപോലെ അടിയിലേക്ക് ഇതേപോലെ ഒന്ന് ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഇനി അടുത്തായിട്ട് അടിയിൽ നിന്ന് ഇതേപോലെ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കയറ്റി വരച്ചു കൊടുക്കാം. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫ്രോക്ക് തൂങ്ങി കിടക്കാതിരിക്കാനാണ് ഇങ്ങനെ കയറ്റി മാർക്ക് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഷോൾഡർ സ്ലോപ്പ് വരച്ചിട്ടില്ല. അപ്പോൾ നെക്ക് ഞാൻ അവസാനമാണ് ചെയ്യുന്നത്. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്ത് 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇതേപോലെ നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഓൾറെഡി. അവിടേക്ക് ഇതേപോലെ ഒന്ന് ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ സ്ലോപ്പ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ആം റൗണ്ട് ഒന്ന് ഇതേപോലെ ടേപ്പ് വെച്ചിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്കിവിടെ 7 ഇഞ്ചാണ് എൻ്റെ ആം റൗണ്ട് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അടുത്തത് ഇനി ലൈനിങ് തുണിയിൽ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മെറ്റീരിയൽ 2ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഓപ്പണിങ് വരുന്ന ഭാഗം എൻ്റെ നേർക്ക് തിരിച്ച് വെച്ചിട്ട് ഇതേപോലെ ബാക്ക് പീസിൻ്റെ ലൈനിങ് തുണി ഇട്ട് കൊടുത്തേക്കാണ്. നമ്മളിവിടെ എ ലൈൻ ഫ്രോക്ക് ഫ്രണ്ട് സ്ലിറ്റഡ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമുക്ക് ബാക്ക് പീസ് വെച്ചിട്ട് നമുക്കിനി ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ലൈനിങ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ബാക്കും ഇത് ഫ്രണ്ടുമാണ്. ഫ്രണ്ട് 2 പോർഷനായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ലൈനിങ് തുണി വെച്ചിട്ട് നമുക്ക് മെയിൻ മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മെയിൻ മെറ്റീരിയൽ ഇതേപോലെ ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ചെയ്ത് ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് 2 പീസായിട്ട്. നമുക്ക് ലൈനിങ് വെച്ചിട്ട് ഇത് ബാക്കാണ്. ബാക്ക് ആദ്യം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മെയിൻ മെറ്റീരിയലിൽ എത്ര ലെങ്ത്ത് കിട്ടുന്നു ആ മാക്സിമം ലെങ്ത്ത് ഞാൻ എടുക്കാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ വരുന്ന വർക്ക് വരുന്ന ഭാഗം നമുക്കിനി സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് എടുക്കാം.
അപ്പോൾ ലൈനിങ് വെച്ചിട്ട് ഫ്രണ്ടും ബാക്ക് പാർട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഫ്രണ്ട് പാർട്ടാണ് വരുന്നത്. അപ്പോൾ ഓൾറെഡി കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ അതിൻ്റെ ഒപ്പം ലൈനിങ് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് പോർഷനിൽ ലൈനിങ്ങിനേക്കാളും 1 ഇഞ്ച് കൂടുതൽ ഞാൻ മെയിൻ മെറ്റീരിയൽ ഇതേപോലെ കയറ്റി കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനെന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ടിൽ നമുക്ക് ഇതേപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 1 ഇഞ്ച് കൂട്ടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ലൈനിങ്ങും കൂടി മടക്കി അടിക്കാൻ നിന്നാൽ നമുക്ക് അവിടെ കട്ടി കൂടുതലായിട്ട് തോന്നും. അതുകൊണ്ടാണ് ലൈനിങ് കൂട്ടിയെടുക്കാത്തത്. പിന്നെ മെയിൻ മെറ്റീരിയലിൻ്റെ ആ ഭാഗത്ത് തേരുവശമായതുകൊണ്ട് നമുക്ക് ഡബിൾ ഫോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒറ്റൊരു മടക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതിയാവും. നമ്മൾ എക്സ്ട്രാ 1 ഇഞ്ച് കൊടുത്തിട്ടുള്ള മെറ്റീരിയൽ ലൈനിങ്ങും ചേർത്ത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ 2 ഭാഗത്തും സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഭാഗം ഇതുപോലെ മറ്റേ ഭാഗത്തിൽ ഇതുപോലെ ഓവർലാപ്പ് ചെയ്യുന്ന വിധത്തിൽ ഒന്ന് കയറ്റി വെച്ച് കൊടുത്തിട്ട് അടി വരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടിഭാഗത്ത് ഞാനൊരു സ്ലിറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എവിടെ വരെയാണോ നമുക്ക് സ്ലിറ്റ് വേണ്ടത് അവിടെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അടുത്ത നമുക്കിനി നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ക്യാൻവാസ് വെച്ചിട്ടാണ് നെക്ക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ 2ആക്കി മടക്കി കൊടുക്കാം. നെക്കിൻ്റെ വിഡ്ത്തായിട്ട് ഞാനിവിടെ 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നെക്കിൻ്റെ ലെങ്ത്തായിട്ട് 5.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു സ്ക്വയറായിട്ട് വരച്ചിട്ട് നമുക്ക് വെട്ടിയെടുക്കാം. ഞാനിവിടെ ബാക്കിലും ഫ്രണ്ടിലും സ്ക്വയർ നെക്ക് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് 1/2 ഇഞ്ചിൽ ഔട്ട്ലൈൻ പോലെ വരച്ചിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് നെക്കും കൂടി കട്ട് ചെയ്തെടുക്കാം. ബാക്കിലും സ്ക്വയർ നെക്ക് തന്നെയാണ് കൊടുക്കുന്നത്. 3.5 ഇഞ്ച് വിഡ്ത്തും 3 ഇഞ്ചാണ് ലെങ്ത്തായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ലൈനിങ് തുണിയിൽ അതൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി നിൽക്കുന്ന ഈ മെറ്റീരിയൽ നമുക്ക് ഇതേപോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അടുത്ത നമുക്കിനി നെക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ നെക്കിൻ്റെ നല്ല ഭാഗവും അതേപോലെ തന്നെ നമ്മുടെ മെറ്റീരിയലിൻ്റെ നല്ല ഭാഗവും തമ്മിൽ ചേർത്ത് വെച്ചിട്ട് നമുക്കിനി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ക്യാൻവാസുമേ ടച്ച് ചെയ്യാത്ത വിധത്തിൽ വേണം നമ്മൾ ഇനി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ സെൻറ്ററൊക്കെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ പിന്ന് കുത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നടുക്കിലെ മെറ്റീരിയൽ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റാം. ഇതേപോലെ കോർണറിലൊക്കെ ഇതേപോലെ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ക്യാൻവാസ് മറച്ചിടാം. ഇനി ഇത് ഫ്രണ്ട് പീസാണ്. നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് കൈക്കുഴി കുഴിച്ച് വെട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇതേപോലെ 2ആക്കി തുണി മടക്കി വെച്ചിട്ട് ഞാനിത് ഇതേപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുകയാണ് കൈക്കുഴി. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അടുത്ത ഞാനിവിടെ സ്ലീവ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പഫ് സ്ലീവാണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോർമൽ ഒരു സ്ലീവ് വേസ്റ്റ് തുണിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് അത് വെച്ച് നമുക്ക് പഫ് സ്ലീവ് വരച്ചു കൊടുക്കാം. അപ്പോൾ എനിക്ക് ലെങ്ത്ത് വേണ്ടത് 4.5 ഇഞ്ചാണ്. അപ്പോൾ 4.5 ഇഞ്ചിൻ്റെ ഒപ്പം 1.5 ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ട് ഞാനിവിടെ 6 ഇഞ്ചിൽ ലെങ്ത്ത് മാർക്ക് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. ഇനി എൻ്റെ ആം റൗണ്ട് വരുന്നത് 7 ഇഞ്ചാണ്. അപ്പോൾ 7 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 7 ഇഞ്ചിൽ നിന്ന് 1 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് ഇവിടെ ഞാൻ 6 ഇഞ്ച് മേലയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 7 ഇഞ്ചിൽ നിന്ന് 1 ഇഞ്ച് മൈനസ് ചെയ്ത് 6 ഇഞ്ചാണ് മേലയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അവിടെ നിന്ന് 3 ഇഞ്ച് താഴോട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി 3 ഇഞ്ചിൽ നിന്ന് നമുക്കിതേപോലെ കോർണറിലേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആം റൗണ്ട് ആയിട്ടുള്ള 7 ഇഞ്ച് കോർണറിലേക്ക് വയ്ക്കുമ്പോൾ 7 ഇഞ്ച് കിട്ടുന്നുണ്ട്. നമ്മൾ ആം റൗണ്ടിൽ നിന്ന് 1 മൈനസ് ചെയ്തിട്ട് വേണം ആദ്യം തന്നെ ലെങ്ത്ത് മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ കോർണറിലേക്ക് ചെരിച്ച് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ സാധാ സ്ലീവിൻ്റെ ഷേപ്പ് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് സീം അലവൻസിനായിട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ സ്ലീവ് ലൂസായിട്ട് 5 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് ഇതേപോലെ ജോയിൻ ചെയ്ത് വരയ്ക്കാം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവ് ഇതേപോലെ നിർത്തി വെച്ചിട്ട് ഒരു സൈഡിൽ ഇതേപോലെ ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് കുഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം.
അടുത്ത് ഞാൻ സ്ലീവിനായിട്ടുള്ള മെറ്റീരിയൽ ഇതുപോലെ എടുത്തിട്ടുണ്ട്. നമുക്ക് ആകെ കുറച്ച് മെറ്റീരിയൽ ബാക്കി ഉണ്ടായുള്ളൂ. അത് ഇതുപോലെ ഞാൻ 4 ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടത്തെ 8 ഇഞ്ചാണ് ഞാൻ ലെങ്ത്തിനായിട്ട് എടുത്തിട്ടുള്ളത്. നമുക്ക് പഫ് സ്ലീവ് ആയതുകൊണ്ട് നമ്മൾ 6 ഇഞ്ചാണ് നമുക്ക് ഓൾറെഡി ഇറക്കം വേണ്ടത്. അതിൻ്റെ ഒപ്പം ഇവിടെ ഞാൻ 2 ഇഞ്ച് കൂട്ടി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സൈഡിലും ഞാനൊരു മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 3.5 ഇഞ്ച് നീക്കിയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 ഇഞ്ച് മേലേലും വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതേപോലെ സ്ലീവ് ഇങ്ങനെ വെക്കാം. അപ്പം മടക്ക് ഭാഗത്താണ് ഇതേപോലെ സ്ലീവ് വെച്ച് കൊടുക്കുന്നത്. ഇനി സ്ലീവ് വെച്ചിട്ട് നമുക്ക് പഫ് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ സ്ലീവ് വെച്ചിട്ട് ഇനി പഫ് സ്ലീവിൻ്റെ ഷേപ്പിൽ ഇതേപോലെ കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. മേലേൽ നമ്മൾ 1.5 ഇഞ്ച് എടുത്തിട്ടുണ്ടല്ലോ, ആ ഭാഗത്ത് ഇതേപോലെ ഒന്ന് കയറ്റി വരച്ചു കൊടുക്കാം. എന്നിട്ട് സാധാ സ്ലീവിൻ്റെ ഷേപ്പ് തന്നെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോർമൽ നമ്മുടെ സ്ലീവ് വെച്ച് ഇതേപോലെ വെച്ച് നോക്കുമ്പോൾ ഇത്രയും ലെങ്ത്ത് കൂടുതൽ നമ്മൾ പഫിന് വേണ്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം പഫ് ഇട്ട് കൊടുക്കണം എന്ന് നോക്കാം. ഇവിടെ നിന്ന് സാധാ സ്ലീവിൻ്റെ മടക്ക് ഭാഗത്ത് നിന്ന് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് നമ്മുടെ മെയിൻ മെറ്റീരിയൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ വരെയാണ് നമുക്ക് പഫ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ 2 തുണിയിലും ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടം തൊട്ട് ഈ പോയിൻ്റ് അവസാനിക്കുന്നിടത്ത് വരെ നമുക്ക് ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്ന് ഒരു അഴി എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ചുരുക്കുകൾ ഇട്ട് വരാം. 2 എൻഡിൽ നിന്നും അതിങ്ങനെ പിടിച്ച് വലിച്ച് ചെറിയ ചുരുക്കുകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ മേലയിൽ നമ്മൾ ചുരുക്കിട്ട് കൊടുത്തിട്ടുണ്ട്. അടിഭാഗത്ത് നമ്മൾ ഇലാസ്റ്റിക്കാണ് ഇടുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് ഈ എൻഡ് ഭാഗം ഇതേപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി അടിയിൽ നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ മടക്കി അടിച്ചിട്ടുണ്ട്. ഈ മടക്കി അടിച്ചതിൽ നിന്ന് 1 ഇഞ്ച് മേലയിൽ കയറ്റിയിട്ടാണ് നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്ലീവ് ലൂസിനും 1-2 ഇഞ്ച് കുറവായിട്ട് വേണം ഇലാസ്റ്റിക് എടുക്കാനായിട്ട്. എന്നിട്ട് ഇതേപോലെ 1 ഇഞ്ച് മേലയിൽ കയറ്റിയിട്ട് നമുക്ക് ഇലാസ്റ്റിക്കിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കാം. നമ്മുടെ 2 സ്ലീവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് വെച്ച് കൊടുക്കണതിന് മുന്നേ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫ്രണ്ട് പോർഷൻ്റെയും ബാക്ക് പോർഷൻ്റെയും നല്ല ഭാഗങ്ങൾ ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുക്കാം. നല്ല ഭാഗം ചേർത്ത് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഓൾറെഡി ക്യാൻവാസ് കൊടുത്തിട്ടുണ്ടല്ലോ, ആ 2 ക്യാൻവാസും ഇതേപോലെ പുറത്തേക്ക് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളിലേക്ക് ഇരിക്കുന്ന ക്യാൻവാസ് പുറത്തേക്ക് ആക്കി വെച്ചിട്ട് ഇതേപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ലീവ് വെച്ച് കൊടുക്കാം. അപ്പോൾ സ്ലീവിൻ്റെ നല്ല ഭാഗവും നമ്മുടെ ബോഡി പാർട്ടിൻ്റെ നല്ല ഭാഗവും ഇതേപോലെ ചേർത്ത് വെച്ച് സെൻറ്റർ അടയാളപ്പെടുത്തി അവിടെ ഇതേപോലെ ഒരു പിൻ കുത്തി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇതേപോലെ സ്ലീവ് ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനെ സ്ലീവ് ഇവിടെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതേപോലെ മെറ്റീരിയൽ ചേർത്ത് വെച്ചിട്ട് സൈഡ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി താഴ്ഭാഗം നമുക്കൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തും കൂടി എടുക്കാം. അങ്ങനെ അടിഭാഗം ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വൈറ്റ് ലേസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അടിഭാഗത്ത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഈ സെയിം ലേസ് തന്നെ നെക്കിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രസ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലേസ് ഞാൻ നെക്കിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.